സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, പട്ടാരം വിമലഗിരി കപ്പൂച്ചിൻ ആശ്രമം ദേവദാസൻ ഫാദർ ആർമണ്ട് മാധവത്തിൻ്റെ കബറിടം സന്ദർശിച്ചു. കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരിയിൽ രജത ജൂബിലി വർഷത്തിൻ്റെ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് മേജർ ആർച്ച് ബിഷപ്പ് പട്ടാരത്തെത്തിയത്. അങ്ങനെ ഞങ്ങൾ ആരാധനയ്ക്കും മഹത്വപ്പെടുത്തുന്നു. അസീസിൽ ഫ്രാൻസിൻ്റെ കാലഘട്ടത്തിലും ആഗോള സുവിശേഷത്തിലൂടെ വിശുദ്ധത്തിലൂടെ അനേക ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതും വലിയ പങ്ക് വഹിക്കുകയും ചെയ്ത ദേവദാസൻ ആറുമല്ലശിനോട് ഞങ്ങൾക്ക് നല്ല ദൈവമേ, അങ്ങ് മനസ്സാകുന്നുവെങ്കിൽ ദേവദാസൻ ആറുമല്ലച്ചിന്റെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന സാധിച്ചു തരണം. അതുവഴി ഞങ്ങൾ ആത്മീയമായി വളരുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. ആമേൻ. സ്വർഗസ്നാനം അങ്ങനെ രാജ്യം വരാൻ മന്ത്രിയും സ്വർഗത്തിലെ പ്രഭുവാൻ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്ന ദൈവത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കുടിയേറ്റക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് പാലക്കാരനായ നീച്ചുകാരനായ കുടിയേറ്റക്കാരോടൊപ്പം മലബാറിലേക്ക് കൊണ്ടുവരും വിശുദ്ധമായി ജീവിച്ചു. ഭരണങ്ങാൻ തലപ്പോസമയുടെ വഴികളിലൂടെ അദ്ദേഹം വരുന്നവരും ദേവദാസന്റെ പരിധിയിലെത്തിയിരിക്കുന്നു. അതിൻ്റെ മഹത്വം തന്നെ അച്ഛൻ്റെ വിശുദ്ധി ഞങ്ങൾക്ക് പ്രയോജനകരമാകുകയും അതേ പ്രമാദിസ്ഥിതിയിൽ അടയാളങ്ങൾ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് നൽകണേ. അച്ഛൻ്റെ നാമകരണ നടപടിയുടെ സുഗമമായ നടത്തുന്ന ആവശ്യമായ എല്ലാ ശുഭാവങ്ങളും നൽകണേ. ഇവിടെ വന്നു കൂടിയിരിക്കുന്നതിലുള്ള പ്രത്യേകിച്ച് അവരുടെ പപ്പയങ്ങൾ സമർപ്പിക്കുന്നതാണ് സ്വീകരിച്ച് അവരുടെ സൂക്ഷിയ സാന്നിധ്യത്തിൽ നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ സഹവാസം വിശുദ്ധരായ സമയത്തെയും കബറിടത്തിൽ പ്രാർത്ഥിച്ച ശേഷം ഫാദർ ആർമണ്ട് ഉപയോഗിച്ച മുറി, മ്യൂസിയം എന്നിവ സന്ദർശിച്ചു. കുടിയേറ്റക്കാർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച വ്യക്തിത്വമായിരുന്നു ഫാദർ ആർമണ്ട് എന്നും ഭരണങ്ങാനത്തെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിത മാതൃക സ്വീകരിച്ചാണ് അദ്ദേഹം പ്രവർത്തിച്ചതെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. ആർച്ച് ബിഷപ്പ് എമിററ്റസ് മാർ ജോർജ് ഞർലക്കാട്ട്, ആക്ടിംഗ് പ്രൊവിൻഷ്യൽ പാവനാത്മ പ്രൊവിൻസ് ഫാദർ വിനോദ് മങ്ങാട്ടിൽ, പ്രൊവിഷൻസ് കൗൺസിലർ ഫാദർ ജോർജ് കുരുവിള, പട്ടാരം ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ജോസ് തച്ചുകുന്നേൽ, നാമകരണ നടപടികളുടെ വൈസ് പോസ്റ്റ്ലേറ്റർ ഫാദർ ജിതിൻ, ആശ്രമം മുൻ ഡയറക്ടർ ഫാദർ വിൻസെൻ്റ് കുരിശുമൂട്ടിൽ, മാടത്തിൽ പള്ളി വികാരി ഫാദർ ജെയ്സൺ കോലാക്കുന്നേൽ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു.